ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ് എന്ന 6ാം ചാപ്റ്ററിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകൾ കാണുകയും നോട്ട്സ് എഴുതിയെടുത്തതിന് ശേഷം മാത്രമേ ഈ വീഡിയോ കാണാവൂ എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. The interval in which y is equal to square e raised to minus x is increasing is ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ആ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആവുന്ന ഇൻ്റർവെൽ 4 ഇൻ്റർവെൽ ഇവിടെ തന്നിട്ടുണ്ട്. ഇതിൽ ഏത് ഇൻ്റർവെലാണെന്ന് നമ്മളോട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫംഗ്ഷൻ ഒന്ന് എഴുതാം. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ എസ് സ്ക്വയർ ഇ റൈസ്ഡ് ടു മൈനസ് എക്സ്. ഇതാണ് തന്നിരിക്കുന്ന ഫംഗ്ഷൻ. ഇപ്പോൾ ഇൻക്രീസിങ് ആയതുകൊണ്ട് നമുക്കിതിനെ ആദ്യം ഫസ്റ്റ് ഡെറിവേറ്റീവ് ഒന്ന് കണ്ടു നോക്കാം. ഇതൊരു പ്രോഡക്റ്റ് റൂൾ ഇവിടെ അപ്ലൈ ചെയ്യണം. രണ്ട് ഫംഗ്ഷൻ്റെ പ്രോഡക്റ്റ് ആയതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു derivative of the second e raised to minus x into minus 1 എന്ന് plus e raised to minus x into s square ഡെറിവേറ്റീവ് 2x ആണ്. അപ്പോൾ നമുക്കിവിടെ കോമൺ ആയിട്ട് പറയാവുന്നത് ഒരു x ഉണ്ട്, e raised to minus x കോമൺ ആണ്. പിന്നെ പോയിട്ട് നമുക്ക് ഇവിടെ 2 ഉണ്ട്. അപ്പോൾ ഇവിടെ എക്സ് ഇ റേസ് ടു മൈനസ് എക്സ് വെളിയിൽ എടുത്തു കഴിഞ്ഞാൽ അവിടെ കോൺട്രാക്റ്റായിട്ട് 2 ഉണ്ട്. ഇവിടെ മൈനസ് ആണ്. ഇവിടെ എക്സ് ഇ റേസ് ടു എക്സ് മൈനസ് വെളിയിൽ എടുത്തു കഴിഞ്ഞാൽ 2 മൈനസ് എക്സ് ഉണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ഇൻ്റർവെൽ ഒന്ന് കാണണമെങ്കിൽ, ഈ ഇൻക്രീസിങ് ആവുന്ന ഇൻ്റർവെൽ ഒന്ന് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് എഫ് ഡാഷ് എക്സ് ഈസ് ഈക്വൽ ടു 0 ഇംപ്ലൈസ് എൻ്റെ ടേണിംഗ് പോയിന്റ് ഒന്ന് കണ്ടുപിടിക്കുക. എന്ന് പറഞ്ഞാൽ എക്സ് ഇ റൈസ് ടു മൈനസ് എക്സ് 2 മൈനസ് എക്സ് ഈക്വൽ ടു 0. എക്സ് ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എക്സ് ഇൻറ്റു 2 മൈനസ് എക്സ് ഈക്വൽ ടു 0. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇ റൈസ് ടു മൈനസ് എക്സ് അത് ഒരു പോസിറ്റീവ് സംഖ്യ ആയിരിക്കും. അത് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അപ്പോൾ പിന്നെ 0 ആകാൻ സാധ്യതയുള്ള എന്തൊക്കെയാണ്? എക്സ് ഈസ് ഈക്വൽ ടു 0 ഓർ എക്സ് ഈസ് ഈക്വൽ ടു 2 എന്നുണ്ട്. അപ്പോൾ ഇവിടെ ടേണിംഗ് പോയിന്റ്സ് എന്ന് പറയുന്നത് ഇത് എപ്പോഴും ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പോൾ ഇതൊരിക്കലും 0 ആകാൻ പറ്റത്തില്ല, ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പോൾ പിന്നെ പോയിട്ട് 0 ആകാൻ എക്സ് ഈക്വൽ ടു 0 ആകാം. 2 മൈനസ് എക്സ് 0 എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ 2 ആണ്. അപ്പോൾ ഇവിടെ ടേണിംഗ് പോയിന്റ്സ് എന്ന് പറയുന്നത് ഒക്കെയാണ് 0യും 2 ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർവെൽ നമ്മൾ എടുക്കാമെങ്കിൽ, ഇപ്പോൾ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി എടുക്കാമെങ്കിൽ അപ്പോൾ ആദ്യം 0 വരും, പിന്നെ 2 വരും. അപ്പോൾ നമ്മുടെ ഇൻ്റർവെൽ എന്ന് പറയുന്നത് ഏതൊക്കെയായിരിക്കും? ഇൻ്റർവെൽ എന്ന് പറയുന്നത് മൈനസ് ഇൻഫിനിറ്റി ടു 0 to 2 ഉണ്ട്, പിന്നെ 2 to ഇൻഫിനിറ്റി. അപ്പോൾ നമുക്കിവിടെ സൈൻ ഓഫ് എഫ് ഡാഷ് എക്സ്, നേച്ചർ ഓഫ് എഫ് ഓഫ് എക്സ് തുടങ്ങാം. നമുക്കിവിടെ ഈ ഓരോ വാല്യൂ എടുക്കാം, ഓരോന്നിനെ സൈൻ നോക്കാം. എഫ് ഡാഷ് എക്സിൻ്റെ സൈൻ നോക്കാം. മൈനസ് ഇൻഫിനിറ്റി ടു 0 എന്ന് പറയുമ്പോൾ അതിന് മുമ്പിലുള്ള നമ്പർ ഏതാണ്? ഈ ഇൻ്റർവെല്ലിലുള്ള നമ്പർ നമുക്ക് -1 നോക്കാം. അപ്പോൾ ഈ ഒരു ക്വാണ്ടിറ്റി ഒരിക്കലും നോക്കേണ്ട കാര്യമില്ല, അതെപ്പോഴും എന്താ പോസിറ്റീവ് നമ്പർ ആയിരിക്കും. പിന്നെ പോയിട്ട് നോക്കേണ്ടത് ഇത് രണ്ടും നോക്കി വെച്ചാൽ. അപ്പോൾ എഫ് ഡാഷ് -1 നമുക്ക് നോക്കാം. അപ്പോൾ ഇത് മൈനസ് ആകും, -1 ആകും. ഇനി ഇത് നോക്കുക വേണ്ട. പിന്നെ 2 മൈനസ് -1, അപ്പോൾ എന്താണ് -1 ഇൻറ്റു 3 എന്ന്. അപ്പോൾ ഇതെപ്പോഴും എന്താണ് ലെസ് ദാൻ 0, നെഗറ്റീവ് നമ്പർ ആയിരിക്കും. സോ ദിസ് ഈസ് ലെസ് ദാൻ 0. സോ ഇറ്റ് ഈസ് സ്ട്രിക്റ്റ്ലി ഡിക്രീസിങ് ഫംഗ്ഷൻ എന്ന് കാണാൻ സാധിക്കും. ഡിക്രീസിങ് ഫംഗ്ഷൻ. ഇനി നമുക്ക് അടുത്ത 0 to 2 എന്ന് പറയുന്ന ആ ഒരു ഇൻ്റർവെല്ലിൽ ഒരു നമ്പർ എടുക്കാം. 0 to 2 എന്ന് പറയുന്ന നമ്പർ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ -1 എടുത്തെങ്കിൽ ഇവിടെ നമുക്ക് 1 എടുക്കാം. എഫ് ഡാഷ് 1 ഒന്ന് നോക്കാം. ഡാഷ് 1 നോക്കുമ്പോൾ എന്താണ് 1? ഇത് നോക്കുക വേണ്ട. 2 മൈനസ് 1 1 ആയതുകൊണ്ട് ഗ്രേറ്റർ ദാൻ 0 ആയി. അപ്പോൾ ഇതെന്താണ്? സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണ്. സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഫംഗ്ഷൻ. ഇനി 2 to ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ 2 പ്ലസ് ഇൻഫിനിറ്റിക്ക് ഇടയ്ക്കുള്ള 3 എന്ന് പറയുന്ന നമ്പർ എടുത്താൽ നമുക്ക് എഫ് ഡാഷ് 3 ഒന്ന് പരിശോധിക്കാം. അപ്പോൾ എഫ് ഡാഷ് 3 എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ 3 വരും. ഇത് നോക്കണ്ട. 2 മൈനസ് 3, അപ്പോൾ 3 ഇൻറ്റു -1 ലെസ് ദാൻ 0 ആയിരിക്കും. അപ്പോൾ എന്താണ്? സ്ട്രിക്റ്റ്ലി ഡിക്രീസിങ്.
അപ്പോൾ നമ്മളോട് ചോദിച്ചിരുന്നത് എന്താണ്? ഇവിടെ ഇത് ഇൻക്രീസിങ് ആകുന്ന ഇൻ്റർവൽ ഏതൊക്കെയാണ്? സ്ട്രിക്ട്ലി ഇൻക്രീസിങ്ങോ ഇൻക്രീസിങ് എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പം നമുക്കിവിടെ ഇൻക്രീസിങ് എന്ന് കാണുന്ന ഇത് മാത്രമേ ഉള്ളൂ. അപ്പം ആൻസർ എന്താണ്? നമുക്ക് 0 to 2. അപ്പം റിക്വയർഡ് ഇൻ്റർവൽ റിക്വയർഡ് ഇൻ്റർവൽ 0 to 2 അവിടെ ആയിരിക്കും ഫംഗ്ഷന് ഗ്രേറ്റർ ദാൻ അതിൻ്റെ f'(x) ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും ഫംഗ്ഷൻ. സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആയതുകൊണ്ട് ഇൻക്രീസിങ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് നമുക്ക് ഈ 0 to 2 എന്ന് പറയുന്ന ആ ഒരു റീജിയനിൽ മാത്രമേ, അല്ലെങ്കിൽ ആ ഇൻ്റർവെല്ലിൽ മാത്രമേ ഫംഗ്ഷൻ ഇൻക്രീസിങ് അല്ലെങ്കിൽ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണ് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഈ 9ാമത്തെ ക്വസ്റ്റ്യനിലേക്ക്. 9ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് ഫോർ വിച്ച് ദ ഫംഗ്ഷൻ. ആദ്യമേ ഫംഗ്ഷൻ നമുക്ക് എഴുതാം. 9ാമത്തെ ക്വസ്റ്റ്യൻ എഴുതാം. y is equal to x into x minus 2 the whole square. And the value of x for which this function is strictly increasing എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമേ ഇതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഒന്ന് കണ്ടു നോക്കാം. y ഡാഷ് കാണുന്നതിന് നമുക്ക് ഇതിനെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് ഒന്ന് എഴുതിയാൽ s² minus 2x ഉണ്ട് ഹോൾ സ്ക്വയർ. ഇതാണ് വൈയുടെ ഒരു എക്സ്പാൻഡഡ് ഫോം എന്ന് പറയുന്നത് s² minus 2x. ഇനി നമുക്ക് y ഡാഷ് ഒന്ന് കണ്ടാൽ എന്ത് വരും? ഇതിൻ്റെ ഡെറിവേറ്റീവ് എഴുതുമ്പോൾ 2 into s² minus 2x. ഇനി ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്? 2x minus 2. അപ്പോൾ നമുക്കിവിടെ 2 ഉണ്ട്. ഇവിടെ ഒരു എക്സ് കോമൺ ഫാക്ടർ ആയിട്ട് എടുത്താൽ x minus 2 എന്ന് വരും. ഇവിടെ 2 കോമൺ ആയിട്ട് എടുത്താൽ x minus 1 ആണ്. അപ്പോൾ ഈ 2 × 2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4x into x minus 1 into x minus 2. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് y ഡാഷ് എന്ന് പറയുന്നത്. ഏതായാലും നമുക്ക് ഇതിൻ്റെ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആവുന്ന എക്സിൻ്റെ വാല്യൂ കാണാൻ പറയാൻ നമുക്ക് ആദ്യമേ തന്നെ ഇതിൻ്റെ ടേണിംഗ് പോയിന്റ്സ് ഒന്ന് കാണാം. y ഡാഷ് is equal to 0 implies 4 into x minus 1 into x minus 2 is equal to 0 എന്ന് വരും. ഇപ്പോൾ എക്സിൻ്റെ 0 ആകുന്ന വാല്യൂസ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ x 0 ആകാം, അല്ലെങ്കിൽ x minus 1 0 ആണെങ്കിൽ 1 ആകാം, x minus 2 0 ആണെങ്കിൽ 2 ആകാം. അപ്പോൾ നമുക്ക് ഇവിടെ വരുന്ന ഇൻ്റർവൽ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇങ്ങനെ എടുക്കാമെങ്കിൽ 0 ഉണ്ട്, ഇപ്പോൾ -∞, ഇവിടെ 1, ഇവിടെ 2, ഇവിടെ +∞. ഇപ്പോൾ 3 ടേണിംഗ് പോയിന്റ്സ് ഉള്ളതുകൊണ്ട് 4 ഇൻ്റർവെൽ ഉണ്ടായിട്ടുണ്ട്. കാരണം നമുക്ക് ഓരോന്നെടുക്കാം. സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആയിട്ടുള്ള എക്സിൻ്റെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇൻ്റർവെൽ എഴുതാം. സൈൻ ഓഫ് ഡാഷ് എക്സ് നോക്കാം. നേച്ചർ ഓഫ് എഫ് ഓഫ് എക്സ്. ഇപ്പോൾ ഇവിടെയുള്ള ഇൻ്റർവെൽസ് ഏതൊക്കെയാണ്? -∞ to 0 ഉണ്ട്, 0 to 1 ഉണ്ട്, പിന്നെ 1 to 2 ഉണ്ട്, പിന്നെ 2 to ∞. ഇതിലെ ഓരോന്നിൻ്റെ നേച്ചർ നമുക്ക് കാണാം. ആദ്യമേ ഡാഷ് എക്സിൻ്റെ സൈനോടെ നോക്കാം. ഇവിടെ എഫ് ഡാഷ് എക്സ് അല്ലെങ്കിൽ y എന്ന് പറയുന്നത് എഫ് ഡാഷ് എക്സ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിരിക്കുന്നത് 4x into x minus 1 into x minus 2 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ -∞ക്കും 0ക്കും ഇടയ്ക്കുള്ള ഒരു നമ്പർ എന്ന് പറയുന്നത് ഇതിനെ 0ക്ക് മുമ്പ് -1 നോക്കാം. ഇപ്പോൾ എഫ് ഡാഷ് -1 നോക്കിയാൽ എന്ത് വരും? 4 into -1 into -1 -1 into -1 -2. ഇതിൻ്റെ സൈൻ നോക്കിയാൽ 4 into -1 into ഇത് -2 ആണ്, ഇൻറ്റു -3 വരും. ഇത് രണ്ടും കൂടെ പോസിറ്റീവ്. ഇപ്പോൾ ഇത്രയും പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ് ആകുമ്പോൾ <0 നെഗറ്റീവ്. അപ്പോൾ ഇത് 0 ആകുമ്പോൾ എന്താണ്? സ്ട്രിക്ട്ലി ഡിക്രീസിങ് ആണ്. സ്ട്രിക്ട്ലി ഡിക്രീസിങ്. അടുത്ത ഇൻ്റർവെൽ നോക്കാം. 0ക്കും 1നും ഇടയ്ക്കുള്ള ഒരു നമ്പർ
ഹാഫ് നോക്കാം. ഒരു ഹാഫായിട്ട്. അപ്പോൾ എഫ് ഡാഷ് ഹാഫ് നോക്കിയാൽ എന്ത് വരും? 4 ഇൻറ്റു ഹാഫ് ഇൻറ്റു ഹാഫ് മൈനസ് 1 ഇൻറ്റു ഹാഫ് മൈനസ് 2. അപ്പോൾ ഇത് തന്നെ 2 ആയി. ഇതൊരു മൈനസ് ഹാഫ് വരും. ഇത് മൈനസ് 1.5 വരും. അപ്പോൾ ഇത് രണ്ട് നെഗറ്റീവ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തായിട്ട് വരും? അതൊരു പോസിറ്റീവ് നമ്പർ, ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ ഈ സൈൻ ഓഫ് ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആയതുകൊണ്ട് ഇത് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണ്. ഇനി നമുക്ക് 1 to 2 എന്ന് പറയുന്ന ഇൻ്റർവെല്ലിൽ ഒരു നമ്പർ എടുക്കാം. 1 to 2 എന്ന് പറയുമ്പോൾ 1.5 എടുക്കാം. 1.5 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 1.5 എടുക്കുമ്പോൾ ഡാഷ് 1.5 എടുത്താൽ 4 ഇൻറ്റു 1.5 ഇൻറ്റു 1.5 മൈനസ് 1 ഇൻറ്റു 1.5 മൈനസ് 2. ഇത് നമുക്ക് വേണമെങ്കിൽ 3/2 എന്ന് എഴുതുമ്പോൾ 12/2 എന്ന് എഴുതാം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. സൈൻ മാത്രം നോക്കിയാൽ പോസിറ്റീവാണ്. ഇത് ഹാഫ് വരും. ഇതൊരു മൈനസ് ഹാഫ് വരും. അപ്പോൾ എന്താണ്? ഇതൊരു എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ലെസ് ദാൻ 0 ആയതുകൊണ്ട് സ്ട്രിക്റ്റ്ലി ഡിക്രീസിങ് ആയി. ഇനി 2 to infinity എന്ന് പറയുന്ന ഒരു ആ ഇൻ്റർവെല്ലിൽ ഒരു പോയിന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? 3 എടുക്കാം. നമുക്കിവിടെ ഒരു 2 കഴിഞ്ഞുള്ള ഒരു നമ്പർ 3 എടുത്താൽ എഫ് ഡാഷ് 3 നോക്കിയാൽ എന്താണ്? 4 ഇൻറ്റു 3 ഇൻറ്റു 3 മൈനസ് 1 ഇൻറ്റു 3 മൈനസ് 2. അപ്പോൾ 3 മൈനസ് 1 എന്ന് പറയുമ്പോൾ 2 പോസിറ്റീവാണ്. 3 മൈനസ് 2 1 ആണ്. എല്ലാം പോസിറ്റീവാണ്. ഇപ്പോൾ ഗ്രേറ്റർ ദാൻ 0. നമുക്ക് സൈൻ മാത്രം മതി. അപ്പോൾ ഇത് ഗ്രേറ്റർ ദാൻ 0 ആയതുകൊണ്ട് എന്താണ്? സ്ട്രിക്റ്റ്ലി ഇൻക്രീസിങ് ഫംഗ്ഷനാണ്. അപ്പോൾ നമ്മളോട് എന്താണ് ചോദിച്ചിരുന്നത്? ഇതിൻ്റെ സ്ട്രിക്റ്റ്ലി ഇൻക്രീസിങ് ആവുന്ന എക്സിൻ്റെ വാല്യൂസ് ഏതൊക്കെയാണ്? therefore f of x is strictly increasing on എവിടെയൊക്കെയാണ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ്? 0 to 1 എന്ന് പറയുന്ന ഇൻ്റർവെല്ലിൽ, പിന്നെ 2 to infinity എന്ന് പറഞ്ഞാൽ മറ്റൊരു ഇൻ്റർവെൽ. ഈ രണ്ട് ഇൻ്റർവെല്ലിൽ ഫംഗ്ഷൻ എന്തായിരിക്കും? സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആയിരിക്കും. ഇനി നമുക്ക് 10ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. പത്താമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദ ഇൻറ്റർവൽസ് in which f of x is equal to sin 3x where x belong to 0 to pi/2 is a part strictly increasing b part decreasing. ഇവിടെ ഫൈൻഡ് ദ ഇൻ്റർവൽസ് ഇൻ വിച്ച് ഫംഗ്ഷൻ സൈൻ 3x ആണ്. എക്സ് ബിലോങ് ടു ക്ലോസ് ഇൻ്റർവൽ 0 to pi/2 ഇത് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആവുന്നതും ഡിക്രീസിങ് ആവുന്ന ഇൻ്റർവൽ കണ്ടുപിടിക്കാനാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഫംഗ്ഷൻ്റെ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്താണ്? f of x is equal to sin 3x ആണ്. അപ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കാം. അപ്പോൾ നമുക്കറിയാം 3 cos 3x വരും. ഇവിടെ എക്സ് ബിലോങ് ചെയ്യുന്ന അല്ലെങ്കിൽ എക്സ് കണ്ടെയ്ൻ ചെയ്യുന്ന ഇൻ്റർവൽ എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇൻ്റർവൽ 0 to pi/2 ആണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ലെസ് ദാൻ ഓർ ഈക്വൽ ടു pi/2. ഇവിടെ cos 3x വന്നുകൊണ്ട് അപ്പോൾ നമുക്ക് 3 കൊണ്ട് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ 3 × 0 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 pi/2. അപ്പോൾ 3 pi/0യ്ക്കും 3x എവിടം തൊട്ട് എവിടം വരെയാണ്? 0യ്ക്കും 3 pi/2 ഇടയിലാണ്. ഇപ്പോൾ ഇവിടെ pi/2 ഇത് പൈ ആണ്, ഇത് 3 pi/2 ആണ് നമുക്കറിയാം. അപ്പം 3xൻ്റെ വാല്യൂ ഇവിടം തൊട്ട് ഇവിടം വരെ വരും 3xൻ്റെ വാല്യൂ. ഇനിയിപ്പോൾ നമുക്ക് നോക്കാം. നമുക്ക് ടേണിംഗ് പോയിന്റ്സ് ഒന്ന് കാണണമെങ്കിൽ f dash x is equal to 0 implies 3 cos 3x equal to 0 എന്ന് പറഞ്ഞാൽ എന്താണ്? cos 3x 0 ആയിട്ട് വരും. അപ്പോൾ കോസിൻ്റെ ഏതൊക്കെ വാല്യൂ ആണ് നമുക്കിപ്പം 0 to 3 pi/2 ഉള്ള ഭാഗങ്ങൾ എടുത്താൽ നമുക്കറിയാം cos pi/2, cos 3 pi/2, cos 5 pi/2 ഇതെല്ലാം 0 ആണ് നമുക്കറിയാം. അപ്പം ഇവിടെ 3x 0 ഇവിടെ നിന്നിട്ട് ഇവിടെ വരെയുള്ള വാല്യൂ എടുക്കുകയാണെങ്കിൽ 3x എന്ന് പറയുന്നത് എന്തൊക്കെയാകാം? ഒന്നിൽ pi/2 ആകാം, അല്ലെങ്കിലോ 3x is equal to 3 pi/2 വരും. ഇവിടെ വരെ നമുക്ക് മതി 3 pi/2. അപ്പോൾ 3x pi/2 ആണ്. എക്സിൻ്റെ വാല്യൂ എന്താണ്?
π/6. ഇവിടെ എക്സിൻ്റെ വാല്യൂ എന്താണ്? π/2 ആണ്. അപ്പോൾ നമ്മൾ 0 തൊട്ട് π/2 വരെയുള്ള വാല്യൂ എടുക്കുമ്പോൾ ടേണിംഗ് പോയിന്റ്സ് ആയിട്ട് വരുന്നത് എന്തൊക്കെയാണ്? π/6 ഉണ്ട്, പിന്നെ π/2. അപ്പോൾ നമുക്ക് ഇങ്ങനെ എടുത്താൽ 0 to π/2 എന്ന് പറഞ്ഞാൽ 0 ഉണ്ട്, π/2 ഉണ്ട്. അപ്പോൾ അതിനിടയിലുള്ള ഒരു വാല്യൂ ആണ് π/6 എന്ന്. അപ്പോൾ നമുക്ക് ഇൻ്റർവൽ എടുക്കാം. സൈൻ ഓഫ് f'(x), നേച്ചർ ഓഫ് f(x), നേച്ചർ ഓഫ് f(x). ഇപ്പോൾ ഇൻ്റർവൽ അതൊക്കെ ആയിട്ട് നമുക്ക് എടുക്കാം. ഇവിടെ 0 to π/6 എടുക്കാം. ഇവിടെ 0 ക്ലോസ്ഡ് ആണ്, ഇൻക്ലൂഡ് ആണ്, π/6 എടുക്കാം. അടുത്തത് π/6 to π/2 വരെ, π/2 ക്ലോസ്ഡ് ആണ്. ഇവിടെ നമുക്ക് നേച്ചർ ഒന്ന് നോക്കാം. പോസിറ്റീവ് ആണോ, നെഗറ്റീവ്, ഗ്രേറ്റർ ദാൻ 0 ആണോ, ലെസ് ദാൻ 0 ആണോ, ഇതൊക്കെ ഒന്ന് പരിശോധിക്കും. ഇപ്പം ആദ്യത്തെ ഇൻ്റർവൽ എടുക്കാം. 0 to π/6. നമുക്കറിയാം f'(x) എന്ന് പറയുമ്പോൾ 3 cos 3x ആണ്. അപ്പോഴേ നമുക്കറിയാം ഇവിടെ x ബിലോങ് ടു 0 to π/6 ആണ്. 0 to π/6. അപ്പോൾ 3x ബിലോങ് ടു എവിടെ ആയിരിക്കും? നമുക്ക് cos 3x ആണ് 0 ആവുന്നത്. f'(x) 0 ആയിട്ട് വരുമ്പോൾ cos 3x എന്ന് പറയുമ്പോൾ ഇവിടെ 0 to 3π/6 എന്ന് പറയും. 3π/6 എന്ന് പറയുമ്പോൾ എന്താണ്? π/2 ആണ് വരുന്നത്. അപ്പോൾ ഇത് π/2 എന്ന് വരും. അപ്പോൾ ഈ ഇൻ്റർവെല്ലിലെ 0 to π/2 ആണ്. അപ്പോൾ ഈ ഇൻ്റർവെല്ലിൽ 3x പിന്നെ cos 3x എടുക്കാമെങ്കിൽ 0 to π/2 എന്ന് പറയുമ്പോൾ എന്താണ്? 0 to π/2 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആണ്. ഇവിടെ നമുക്കറിയാം cos 3x എന്ന് പറയുന്നത് f'(x)ലെ 3 into cos 3x എന്ന് പറയുന്നത് എന്തായിരിക്കും? പോസിറ്റീവ് നമ്പർ ആയിരിക്കും. 0 to π/2 cos എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് നമ്പർ ആയിരിക്കും. അത് ഗ്രേറ്റർ ദാൻ 0 എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. കാരണം cos π/2 ആയിരുന്നെങ്കിൽ ഇവിടെ ഈ ഒരു വാല്യൂ ഉണ്ടായിരുന്നെങ്കിൽ π/2 വരുമായിരുന്നെങ്കിൽ നമുക്കത് 0 എന്ന് പറയാമായിരുന്നു. പക്ഷേ π/2 ഇല്ല, കോസിൻ്റെ π/2 ഇല്ലാത്തത് കൊണ്ട് അത് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ഈ ഭാഗം എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ സ്ട്രിക്റ്റ്ലി ഇൻക്രീസിങ് ആയിരിക്കും. കാര്യം മനസ്സിലായല്ലോ? ഇവിടെ cos 0 1 ആണ്. 1 തൊട്ട് ഇങ്ങോട്ടുള്ള വാല്യൂ എന്ന് പറയുമ്പോൾ π/2 ഇതിനകത്ത് ഇൻക്ലൂഡഡ് അല്ല, ഓപ്പൺ ഇൻ്റർവൽ ആണ്. ഇവിടെ ക്ലോസ്ഡ് ആയി, ഇവിടെ ഓപ്പൺ ആയത്. π/2 കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കറിയാം കോസിൻ്റെ π/2 എന്ന വാല്യൂ നമുക്ക് 0 എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു. പക്ഷേ ഇവിടെ π/2 ഇല്ലാത്തതുകൊണ്ട് ഇത് തീർച്ചയായിട്ടും ഗ്രേറ്റർ ദാൻ 0 ആണ്. ഇനി അടുത്ത വാല്യൂ എടുക്കാം. അടുത്ത ഇൻ്റർവൽ എന്ന് പറയുന്നത് തന്നെ π/6. അടുത്ത ഇൻ്റർവൽ എന്ന് പറയുന്നത് π/6 to x ബിലോങ് ടു π/6 to π/2 ആണ്. ഇവിടെ ഓപ്പൺ, ഇവിടെ ക്ലോസ്ഡ് ആണ്. അപ്പോൾ 3x എവിടെ വരും? 3x ബിലോങ് ടു, അപ്പോൾ 3 into π/6 എന്ന് പറയുമ്പോൾ എന്താണ്? 3 into π/6 എന്ന് പറയുമ്പോൾ π/2 ആണ് വരാം. 3 into π/2 3π/2 270 വരും. അപ്പോൾ അവിടെ ഈ ഒരു റേഞ്ചിൽ നമുക്കറിയാം കോസിൻ്റെ വാല്യൂ ഇപ്പോൾ π/2 to 3π/2 എന്ന് പറയുമ്പോൾ എന്താണ്? സെക്കൻഡ് തേർഡ് ക്വാഡ്രൻ്റാണ്. സെക്കൻഡ് തേർഡ് ക്വാഡ്രൻറ്റിൽ കോസ് എപ്പോഴും എന്താണ്? നെഗറ്റീവാണ്. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും അത് തന്നെയല്ല, 3π/2 cos 3π/2 നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് 0 ആണ്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ, ഈ f'(x)ൻ്റെ വാല്യൂ അവിടെ എന്തായിരിക്കും? ലെസ് ദാൻ or equal to 0 വരും. ഈക്വൽ ടു വരും. കാരണം cos 3π/2 എന്ന് പറയുമ്പോൾ എന്താണ്? 0 ആണ്. അപ്പോൾ ഇത് ലെസ് ദാൻ or equal to 0 എന്ന് തന്നെ വരും. ഇത് നോക്കാം. ഇതെന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് ക്വാഡ്രൻ്റ്? സെക്കൻഡ് ആൻഡ് തേർഡ് ക്വാഡ്രൻ്റ് ആണ്. സെക്കൻഡ് ആൻഡ് തേർഡ് ക്വാഡ്രൻ്റ്. അപ്പോൾ സെക്കൻഡ് ക്വാഡ്രൻ്റ് തേർഡ് ക്വാഡ്രൻ്റിൽ കോസ് എപ്പോഴും എന്താണ്? നെഗറ്റീവാണ്. അപ്പോൾ ഇതൊരു നെഗറ്റീവ് നമ്പറാണ്. ഇനി കോസിൻ്റെ 3π/2 എന്ന് പറയുന്ന വാല്യൂ എടുക്കുമ്പോൾ എന്താണ്? 0 വരികയും ചെയ്യും. അപ്പോൾ 0 അവിടെ വരുമ്പോഴത്തേക്കിന് ലെസ് ദാൻ or equal to 0 ആയതുകൊണ്ട് നമുക്ക് എന്താ പറയാൻ സാധിക്കുന്നത്? ഡിക്രീസിങ് ഫംഗ്ഷൻ ആണെന്ന് പറയാൻ സാധിക്കും. അപ്പോൾ നമ്മളോട് ചോദിച്ചത് അതൊക്കെ തന്നെയാണ്. ഏത് ഇൻ്റർവെല്ലിലാണ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് എന്ന് ചോദിച്ചു. അത് ക്ലോസ് ഇൻ്റർവൽ 0 to ഓപ്പൺ ഇൻ്റർവൽ π/6 ആണ്. ഏത് ഇൻ്റർവെല്ലാണ് ഡിക്രീസിങ്? ഓപ്പൺ ഇൻ്റർവൽ π/6 to ക്ലോസ് ഇൻ്റർവൽ π/2 ആണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. 11ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ ഒരു ഗ്രാഫാണ് തന്നിരിക്കുന്നത്. ഇങ്ങനെയൊരു ഗ്രാഫ് വന്നിരിക്കും.
ഇവിടെ -2, ഇത് 2 ആണ്. ഇവിടെ figure gives the graph of derivative of a function. Derivative of a function f of x. Find the intervals in which f of x is increasing or decreasing. Increasing or decreasing. എന്താണ് ക്വസ്റ്റ്യൻ നോക്കാം. ഇപ്പോൾ ഒരു ഫംഗ്ഷൻ്റെ ഗ്രാഫ് അല്ല തന്നിരിക്കുന്നത്, അതിൻ്റെ ഡെറിവേറ്റീവിൻ്റെ ഗ്രാഫാണ്. നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നോക്കുന്നത്. സാധാരണ ഫംഗ്ഷൻ്റെ ഗ്രാഫാണ് ഇത്. ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ്, അതായത് f'(x)ൻ്റെ ഡെറിവേറ്റീവ് ആണ്. f'(x) ആണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ ഗ്രാഫാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് ഏതൊക്കെ ഇൻ്റർവെല്ലിലാണ് ഈ ഫംഗ്ഷൻ ഇൻക്രീസിങ്, f'(x) അല്ല, ഏത് ഫംഗ്ഷൻ്റെ ആണോ അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവിൻ്റെ ഗ്രാഫാണ് ഈ വരച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഫംഗ്ഷൻ f of x എന്ന് പറയുന്ന ഫംഗ്ഷൻ ഏതൊക്കെ ഇൻ്റർവെല്ലിലാണ് ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ്, അത് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് സ്ട്രിക്ട്ലി ഡിക്രീസിങ് ഏതെങ്കിലും ഒന്ന് നമുക്ക് നോക്കാം. അപ്പോൾ f'(x) ഇവിടെ 0 വരുന്ന 2 പോയിന്റ്സ് ഏതൊക്കെയാണ്? -2ഉം +2 ആണ്. ഇപ്പോൾ ടേണിംഗ് പോയിന്റ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ടേണിംഗ് പോയിന്റ്സ് ഏതൊക്കെയാണ്? -2, x =-2 അതിൻ്റെ ഇവിടെ രണ്ടും എന്താണ്? f', ഈ ഭാഗത്തല്ല f'(x) 0 ആണെന്ന് നമുക്കറിയാം. കാരണം ഇവിടെ f'(x) ഈ ഗ്രാഫ് f'(x)ൻ്റെ ആണ്. അത് 0 വരുന്ന 2 പോയിന്റ് -2ഉം +2 ആണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ടേണിംഗ് പോയിന്റ്സ് എന്ന് പറയുന്നത് -2, +2 ആണ്. അപ്പോൾ ടേണിംഗ് പോയിന്റ്സ് -2, +2 ആകുമ്പോഴത്തേക്കിന് ഇതിൻ്റെ ഇൻ്റർവൽ ഏതൊക്കെയാണ് നമുക്ക് എടുക്കാം? -∞ to -2 +2 +∞ എന്നിങ്ങനെ വരും. അപ്പോൾ ഇതിൻ്റെ ഇൻ്റർവൽ അങ്ങനെയൊക്കെയായി. ഇനി നമുക്കറിയാം f of x പോസിറ്റീവ് ആകുന്ന f'(x) പോസിറ്റീവ് ആകുന്ന >0 ആകുന്ന ഈ x ആക്സിന് മേളിലോട്ടല്ലേ എന്ന് നോക്കി. ഇവിടെ എല്ലാം നമ്മൾ ഇതാണ് വാല്യൂ എന്ന് പറയുന്നത്. ഈ വാല്യൂ എന്ന് പറയുന്നത് പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. ഇതിന് താഴോട്ട് വരുന്ന ഈ ഭാഗം എല്ലാം എന്താണ്? f'(x) <0. ഇതിൻ്റെ വാല്യൂ എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ ആയിട്ട് വരും. ഇങ്ങനെ ഉള്ള വാല്യൂസാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇതെല്ലാം x ആക്സിന് താഴോട്ടല്ല, നെഗറ്റീവ് വരും. അപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് x ആക്സിന് മേളിലോട്ട് f'(x) 0 ആണ്, x ആക്സിന് താഴോട്ട് എന്താണ്? f'(x) നെഗറ്റീവ് നമ്പറാണ്. അപ്പോൾ നമുക്ക് എന്നാ പറയാം? ഈ ഇവിടെ ഈ -∞ to 2 എന്ന് പറയുന്ന ഇൻ്റർവെൽ, -∞ to 2 എന്ന് പറയുന്ന ഇൻ്റർവെൽ എന്തായിരിക്കും? ഇവിടെ ഫംഗ്ഷൻ എന്തായിരിക്കും? പോസിറ്റീവ് f'(x) പോസിറ്റീവ് ആണ്, >0 ആണ്. ഇവിടെ f'(x) എന്താണ്? >0 ആണ്. അതുകൊണ്ട് നമുക്ക് എന്നാ പറയാം? ഫംഗ്ഷൻ ഈസ്, അത് ഒരു ടേബിൾ വരച്ച് വേണമെങ്കിൽ പറയാം. സാധാരണ നമ്മൾ ഇൻ്റർവെൽ എഴുതും. ഇൻ്റർവെല് പിന്നെ സൈൻ ഓഫ് f'(x) നേച്ചർ ഓഫ് f of x. അപ്പോൾ അതൊരു ഇൻ്റർവെലായിട്ട് തന്നെ നമുക്ക് ഇങ്ങനെ ടേബിളായിട്ട് തന്നെ എഴുതിയാൽ നമുക്ക് ഇൻ്റർവെൽ എന്ന് പറയുന്നത് -∞ to -2 ഉണ്ട്, പിന്നെ -2 to 2 ഉണ്ട്, 2 to ∞. ഈ 3 ഇൻ്റർവെലാണ് നമുക്കുള്ളത്. അപ്പോൾ ഇവിടെ എല്ലാം നമുക്ക് എന്തൊക്കെയാണ്? സൈൻ ഓഫ് f'(x). ടേണിംഗ് പോയിന്റ്സ് നമ്മൾ പറഞ്ഞു -2ഉം +2 ആണ്. ഇനി -∞ to -2 എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് എന്താണ്? ഫംഗ്ഷൻ എപ്പോഴും എന്താണ്? >0 ആണ്. >0 ആയതുകൊണ്ട് നമുക്കൊന്ന് പറയാം ഇൻക്രീസിങ് എന്നോ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് എന്നോ പറയുന്നതിന് കുഴപ്പമില്ല, സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണ്. ഇനി -2 to 2 എന്ന് പറയുന്ന ഭാഗത്ത് ഫംഗ്ഷൻ എന്താണ്? x ആക്സിന് താഴോട്ടാണ്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എപ്പോഴും y വാല്യൂ എന്ന് പറയുന്നത് നെഗറ്റീവാണ്, <0 ആണ്. <0 ആണ്, f'(x) <0 ആണ്. നമുക്ക് എന്നാ പറയാം? ഡിക്രീസിങ് എന്ന് പറയാം. ഡിക്രീസിങ് ഓർ സ്ട്രിക്ട്ലി ഡിക്രീസിങ് എന്ന് പറയുന്നതിന് കുഴപ്പമില്ല, സ്ട്രിക്ട്ലി ഡിക്രീസിങ് എന്ന് പറയും. അടുത്ത ഇൻ്റർവെലാണ് 2 to ∞ ആണ്. അപ്പോൾ ഇങ്ങോട്ട് പോകുന്നതോടെ x ആക്സിന് മേളിലോട്ടാണ് f'(x) വരുന്നത്. f'(x) എന്താണ്? >0 ആണ്. f'(x) >0 ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്നാ പറയാം? ഇത് ഇൻക്രീസിങ് ഓർ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് എന്ന് പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല, സ്ട്രിക്ട്ലി ഇൻക്രീസിങ്. അപ്പോൾ ഈ ഇൻ്റർവെൽ നമ്മളോട് ചോദിച്ചിരുന്ന ഫൈൻഡ് ദ ഇൻ്റർവെൽസ് ഇൻ വിച്ച് ഫംഗ്ഷൻ ഈസ് ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ്. ഇപ്പോൾ ഏതൊക്കെ ഒരു ഇൻ്റർവെല്ലാണ് ഫംഗ്ഷൻ ഇവിടെ
നമുക്ക് ഇൻക്രീസിങ് ആണെന്നും ഡിക്രീസിങ് ആണ് ഓർ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഓർ സ്ട്രിക്ട്ലി ഡിക്രീസിങ് ആണെന്ന് ഈ ഇൻ്റർവെൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അടുത്തായിട്ട് നമ്മൾ അടുത്ത ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ് ആണ്, അതായത് ടാൻജൻസ് ആൻഡ് നോർമൽസ്. ഇവിടെ നമ്മൾ ഡെറിവേറ്റീവ് എന്ന ആശയം ഉപയോഗിച്ചുകൊണ്ട് ഒരു കർവിൻ്റെ ടാൻജൻറ്റിൻ്റെ നോർമലിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുന്ന വിധമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം ഒരു കർവുണ്ട്, y = f(x) എന്ന് പറയുന്ന ഒരു കർവ്. എക്സ് ആക്സിസ് വൈ ആക്സിസ് ആണ്. നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ നമ്മളിവിടെ ഒരു പോയിന്റ് എടുത്തിട്ട് ഒരു ടാൻജൻറ്റ് വരയ്ക്കുക. ഇവിടെ ഈ പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസുമായിട്ടുണ്ടാകുന്ന ആംഗിൾ തീറ്റ ആണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ടാൻ തീറ്റ ആയിരിക്കും ഇതിൻ്റെ സ്ലോപ്പ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മൾ പറയുന്നു dy/dx അടുത്ത പോയിന്റ് പി എന്ന് പറയുന്നത് സ്ലോപ്പ് ഓഫ് ദി ടാൻജൻ്റ് ആണ്. സ്ലോപ്പ് ഓഫ് ദി ടാൻജൻറ്റ്. അപ്പോൾ ഇതെങ്ങനെ വരുമെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജിയോജിബ്ര വഴി എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ്. നമ്മൾ ഒരു കർവ് എടുക്കുന്നു, കർവിലെ ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്താൽ നമ്മൾ ടാൻജൻറ്റ് വരച്ചാൽ ആ ടാൻജൻറ്റിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നതാണ് ഈ പോയിന്റിലെ ഈ കർവിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ dy/dx അറ്റ് ദ പോയിന്റ് പി നമ്മൾ കാണുകയാണെങ്കിൽ സ്ലോപ്പ് ഓഫ് ദി ടാൻജൻറ്റ് കിട്ടും. ഇവിടെ ഈ ചാപ്റ്ററിൽ അല്ലെങ്കിൽ ഈ ഒരു സെക്ഷനിൽ ടാൻജൻറ്റ് നോർമൽ എന്ന് പറയുന്ന സെക്ഷനിൽ ഡെറിവേറ്റീവ് ഉപയോഗിച്ച് നമ്മൾ ഈ ടാൻജൻറ്റിൻ്റെ പിന്നെ നമ്മൾ നോർമലിൻ്റെ എന്താണ് നോർമൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും, അതിൻ്റെ ഇക്വേഷൻ എങ്ങനെ കണ്ടെത്തുന്നു എന്നാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് ഒരു ജിയോമെട്രിക്കൽ ആപ്ലിക്കേഷനാണ്. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ജിയോമെട്രിക്കൽ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് ഓഫ് ദി ടാൻജൻറ്റ് എന്ന് പറയുന്നത് ജിയോമെട്രിക്കൽ ആപ്ലിക്കേഷനാണെന്ന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്താണ് ഇപ്പം നമ്മൾ ടാൻജൻറ്റ് എന്താണെന്ന് കണ്ടു, dy/dx അറ്റ് ദ പോയിന്റ് പി എടുക്കാമെങ്കിൽ സ്ലോപ്പ് ഓഫ് ദി ടാൻജൻറ്റ് കിട്ടുമെന്നും പറഞ്ഞു. ഇനി എന്താണ് നോർമൽ നോക്കാം. നമ്മൾ ഈ ഒരു പോയിന്റിൽ ഒരു ടാൻജൻറ്റ് വരച്ചാൽ അതിന് പെർപെൻഡിക്കുലറായിട്ട് ഈ പോയിന്റിൽ കൂടി നമ്മൾ മറ്റൊരു ലൈൻ വരയ്ക്കാൻ. അപ്പോൾ അതിനെയാണ് നമ്മൾ ഇതിനെ നമ്മൾ ഈ ഒരു ലൈൻ സെഗ്മെൻറ്റിനെ അല്ലെങ്കിൽ ഈ ഒരു ലൈനിനെ നമ്മൾ ടാൻജൻറ്റ് എന്ന് പറയുന്നത്. അതിന് പെർപെൻഡിക്കുലറായിട്ട് ഈ പോയിന്റിൽ വരയ്ക്കുന്നതിന് നമ്മൾ നോർമൽ എന്ന് പറയും. അപ്പോൾ നമുക്കറിയാം രണ്ട് പെർപെൻഡിക്കുലർ ലൈൻസിൻ്റെ സ്ലോപ്പിൻ്റെ പ്രോഡക്റ്റ്. ഒന്നാമത്തെ ലൈനിൻ്റെ സ്ലോപ്പ് m1 നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ചതാണ്. അതിന് പെർപെൻഡിക്കുലറായിട്ട് മറ്റൊരു ലൈൻ ഉണ്ടെങ്കിൽ അതിൻ്റെ സ്ലോപ്പ് m2 ആണെങ്കിൽ m1 m2 = -1 പ്രോഡക്റ്റ് ഓഫ് ദെയർ സ്ലോപ്പ് ഈസ് -1 നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് നോർമൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കർവ് എടുക്കുന്നു, ഒരു പോയിന്റ് എടുക്കുന്നു, ആ പോയിന്റ് ഒരു ടാൻജൻറ്റ് വരച്ചു കഴിഞ്ഞാൽ ആ പോയിന്റിൽ കൂടി ടാൻജൻറ്റ് പെർപെൻഡിക്കുലറായിട്ട് നമ്മൾ ഒരു ലൈൻ സെഗ്മെൻറ്റ് വരച്ചാൽ അതിനെയാണ് നമ്മൾ നോർമൽ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നോർമലിൻ്റെ സ്ലോപ്പ് എന്തായിരിക്കും? നമുക്കറിയാം ഇവിടെ m1 m2 തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ -1 ആണ്. അപ്പോൾ m2 കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? -1/m1 എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് ഓഫ് നോർമൽ നമ്മൾ കാണുകയാണെന്ന് വിചാരിച്ചു. സ്ലോപ്പ് ഓഫ് നോർമൽ. അപ്പോൾ സ്ലോപ്പ് ഓഫ് നോർമൽ നമ്മളെ കാണാൻ എന്ത് ചെയ്താൽ മതി? ഇത് രണ്ടും പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് ഇതിൻ്റെ സ്ലോപ്പ് ആണെങ്കിൽ ടാൻജൻറ്റിൻ്റെ സ്ലോപ്പ് അറിയാമെങ്കിൽ -1 സ്ലോപ്പ് ഓഫ് ടാൻജൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? dy/dx അറ്റ് ദ പോയിന്റ് പി. ഇതായിരിക്കും ഒരു നോർമലിൻ്റെ സ്ലോപ്പ് എങ്ങനെ കാണുന്നത്. അപ്പോൾ നമ്മളൊരു പോയിന്റ് എടുക്കുന്നു, ഈ കർവിൽ ഏത് പോയിന്റ് എടുക്കാം, അവിടെ ഈ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കാണുന്നു, dy/dx അറ്റ് ദ പോയിന്റ് പി കാണുന്നു. അത് ആ ഡെറിവേറ്റീവ് പി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കിട്ടുന്ന സ്ലോപ്പ് ഓഫ് ദി ടാൻജൻറ്റും സ്ലോപ്പ് ഓഫ് ദി നോർമൽ കണ്ടുപിടിക്കണമെങ്കിൽ -1/dy/dx അറ്റ് ദ പോയിന്റ് പി കണ്ടായിരുന്നു. നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ച മറ്റൊരു ആശയം നമുക്ക് നേരത്തെ അറിയാവുന്ന ഇതാണ്. ax + by + c = 0 എന്ന് പറയുന്ന സ്ട്രൈറ്റ് ലൈൻ്റെ ഇക്വേഷൻ ആണെങ്കിൽ അവിടെ സ്ലോപ്പ് നമ്മൾ ഇങ്ങനെ പഠിച്ചിട്ടുണ്ട്. സ്ലോപ്പ് ഈസ് ഈക്വൽ ടു -a/b എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പം ഇത് നമ്മൾ ജിയോമെട്രിക്കൽ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ് എന്ന ആശയം ഉപയോഗിച്ച് നമ്മൾ സ്ലോപ്പ് കാണാൻ ഇവിടെ പഠിക്കുന്നത്. നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാണ്. ഫസ്റ്റ് ഇയറിൽ പഠിച്ച മറ്റൊരു ആശയം നമുക്ക് ഒരു കർവ് ഇങ്ങനെ ഒരു കർവ് പാസ് ചെയ്യുന്ന പോയിന്റ് x1 y1 അതിൻ്റെ സ്ലോപ്പ് m ആണെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെയാണ് ഇക്വേഷൻ ഓഫ് 9 നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് പോയിന്റ് സ്ലോപ്പ് ഫോം, ദാറ്റ് ഈസ് y - y1 = m × x - x1 എന്ന് പറഞ്ഞാൽ ഈ ലൈൻ സെഗ്മെന്റ് പാസ് ചെയ്യുന്ന പോയിന്റ് x1 y1 അതിൻ്റെ സ്ലോപ്പ് m ആണെങ്കിൽ ആ ലൈൻ സെഗ്മെന്റ് ഇക്വേഷൻ എന്താണ്?
y മൈനസ് y1 ഈക്വൽ ടു m ഇൻറ്റു x മൈനസ് x1. ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് എന്താണ്? ഒരു ജിയോമെട്രിക്കൽ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കർവ് ഉണ്ട്, x ആക്സും y ആക്സും ഇങ്ങനെ ഒരു കർവ് ഉണ്ട്. നമ്മൾ ഈ ഒരു പോയിന്റ്, ഈ കർവിൻ്റെ ഇപ്പം y ഈക്വൽ ടു f ഓഫ് x എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. അപ്പോൾ അവിടെ നമ്മൾ ഇങ്ങനെ എടുക്കാമെങ്കിൽ ഈ പോയിന്റിലെ ടാൻജൻ്റ് എടുക്കാമെങ്കിൽ ആംഗിൾ തീറ്റയും ആണെങ്കിൽ സ്ലോപ്പ് ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ സ്ലോപ്പ് കാണാനായിട്ടുള്ള ഈ ആംഗിൾ അറിയാമല്ലെങ്കിൽ നമുക്ക് സ്ലോപ്പ് കാണാൻ എന്ത് ചെയ്യാം? ഈ ഫംഗ്ഷൻ y ഈസ് ഈക്വൽ ടു സംതിങ് എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷൻ്റെ dy/dx കാണുക. അതിനുശേഷം ആ പോയിന്റിൽ അടുത്ത പോയിന്റ് p സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് സ്ലോപ്പ് കിട്ടും. ഇതാണ് ഈ ചാപ്റ്ററിലുടനീളം നമ്മൾ പഠിക്കുന്ന ഒരു കാര്യം. അല്ലെങ്കിൽ ഈ ഒരു സെക്ഷനിൽ നമ്മൾ പഠിക്കുന്നത് സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവാണ്. സ്ലോപ്പ് എന്ന് നേരത്തെ നമ്മൾ പഠിച്ച ടാൻ ഓഫ് തീറ്റ എന്ന് പറഞ്ഞു. ഫസ്റ്റ് ഇയർ നമ്മൾ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ പാസ് ചെയ്യുന്ന 2 പോയിന്റെങ്കിൽ y ഡിഫറൻസ് ബൈ x ഡിഫറൻസ് എന്ന് പറഞ്ഞു. ഈ നമുക്ക് ഈ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്ന ഈ ഒരാശയം കാൽക്കുലസിൽ നമ്മൾ സ്ലോപ്പ് കണ്ടുപിടിക്കുന്ന dy/dx കാണുക. അടുത്ത പോയിന്റ് p കൊടുത്താൽ ഉടനെ നമുക്ക് ആ ഏത് പോയിന്റിലെ സ്ലോപ്പ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഇതേപോലെ x ആക്സും y ആക്സിസും ഉണ്ട്. ഒരു ടാൻജന്റ് ഇങ്ങനെയാണ് വരുന്നത്. p പോയിന്റ് x1 y1 ആണെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കറിയാം ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എപ്പോഴും y1 ആയിരിക്കും. ഇപ്പം ഒരു കർവിൻ്റെ ടാൻജന്റ് എപ്പോഴും x ആക്സിന് പാരലായിട്ട് വരുന്ന x1 y1 എന്ന് പറയുന്ന പോയിന്റുകൾ അത് പാസ് ചെയ്യും. അത് x ആക്സിന് പാരലായിട്ടും വരികയാണെങ്കിൽ ഈ ടാൻജന്റിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം എങ്ങനെയാണ്. ഈ y എപ്പോഴും y1 തന്നെയായിരിക്കും. ഇവിടെ എവിടെ എടുത്താലും ഈ ഡിസ്റ്റൻസ് എപ്പോഴും വരുന്നതായിരിക്കും y ഈസ് ഈക്വൽ ടു y1 ആയിരിക്കും. അപ്പോൾ ഒരു കർവിൻ്റെ ടാൻജന്റ് എപ്പോഴും x ആക്സിന് പാരലായിട്ട് വരികയാണെങ്കിൽ ആ ടാൻജന്റിൻ്റെ ഇക്വേഷൻ കാണാനായിട്ട് y ഈസ് ഈക്വൽ ടു y1 നമ്മൾ ഉപയോഗിച്ചാൽ മതി. കാരണം എന്താണ്? നമ്മൾ എവിടെ എടുത്താലും ഈ ഡിസ്റ്റൻസ് ഇപ്പോൾ 2 പാസ് ചെയ്യുന്നെങ്കിൽ y ഈസ് ഈക്വൽ ടു 2 എന്ന്, 3 പാസ് ചെയ്യുന്നെങ്കിൽ y ഈസ് ഈക്വൽ ടു 3 അങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ടുണ്ട്. നേരെ മറിച്ച് y ആക്സിന് പാരല ടാൻജന്റ് വരുന്നതെന്ന് കരുത്. ഇതിപ്പം y ആക്സിസ് ആണ്. y ആക്സിന് പാരലായിട്ടാണ് വരുന്നതെന്ന് വിചാരിച്ചു. അപ്പം നമുക്കിവിടെ ഒരു പോയിന്റ് നമ്മളിപ്പം ഞാനിവിടെ x1 y1 എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയും ഡിസ്റ്റൻസ് x1, ഇത്രയും ഡിസ്റ്റൻസ് x1, ഇത്രയും ഡിസ്റ്റൻസ് y1 ആണെന്ന് നമുക്കറിയാം. അപ്പം y ആക്സിന് പാരലാണെങ്കിൽ നമുക്ക് എന്താ നമ്മൾ പഠിച്ചിട്ടുണ്ട്? സ്ലോപ്പ് ഈസ് നോട്ട് ഡിഫൈൻഡ് എന്ന് പഠിച്ചിട്ടുണ്ട്. സ്ലോപ്പ് ഈസ് നോട്ട് ഡിഫൈൻഡ്. അപ്പോൾ ലൈൻ y ആക്സിന് പാരലാണ്. ഇപ്പോൾ ടാൻജന്റ് തന്നെ y ആക്സിന് പാരലായിട്ട് വരുവാണെങ്കിൽ അതിൻ്റെ സ്ലോപ്പ് നമുക്ക് നോട്ട് ഡിഫൈൻഡ് എന്ന് പറയാം. അല്ലെങ്കിൽ ഈ ടാൻജന്റിൻ്റെ ഇക്വേഷൻ എപ്പോഴും ഇങ്ങനെ പാരലായിട്ടാണെങ്കിൽ നമുക്കറിയാം ഇവിടുത്തെ പോയിന്റ് ഇപ്പം ഇത് 2 കൂടെ പാസ് ചെയ്യുന്നെങ്കിൽ 2 1 2 3 അങ്ങനെ അങ്ങ് പോകും. 2 -1 എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ ഇതിൽ ഈ ഡിസ്റ്റൻസ് എപ്പോഴും ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും x1 y1 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇക്വേഷൻ y ആക്സിന് പാരലായിട്ട് വരുന്നതിന് നമുക്ക് x ഈസ് ഈക്വൽ ടു x1 എന്ന് പറയാനായിട്ട് സാധിക്കും. ഈ പോയിന്റ് ഇതിപ്പോൾ 1 ആണെങ്കിൽ x ഈസ് ഈക്വൽ ടു 1 എന്നും, ഇങ്ങോട്ട് മാറി 2-ലാണെങ്കിൽ x ഈസ് ഈക്വൽ ടു 2, ഇങ്ങോട്ട് മാറി 3-ലാണെങ്കിൽ x ഈസ് ഈക്വൽ ടു 3 എന്ന് പറഞ്ഞ് നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ട് എഴുതാം. ഇതായിരിക്കും ഇതിൻ്റെ ഈ ടാൻജന്റ്. ഇപ്പം ടാൻജന്റ് y ആക്സിന് പാരലായിട്ട് വരുവാണെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ എപ്പോഴും എന്നിട്ട് x ഈസ് ഈക്വൽ ടു x1 എന്നുള്ള ആ ഒരു ഫോർമുല. ഇത് x1 ആണെങ്കിൽ ഇവിടെ x ഈസ് ഈക്വൽ ടു x1, ഇത് x2 ആയിരുന്നെങ്കിൽ x ഈസ് ഈക്വൽ ടു x2 എന്ന് പറഞ്ഞത്. നമ്മൾ ഈ ഇവിടെ പറഞ്ഞു വന്ന ആശയം ഇത്രയേ ഉള്ളൂ. ഒരു ടാൻജന്റിന്റെ സ്ലോപ്പ് ഓഫ് ടാൻജന്റ് നമുക്ക് y ഈസ് ഈക്വൽ ടു f ഓഫ് x എന്ന് പറഞ്ഞ ഒരു കർവിന്റെ ഏതെങ്കിലും ഒരു പോയിന്റിലെ ടാൻജന്റിന്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ dy/dx അറ്റ് ദ പോയിന്റ് p. ഇതാണ് നമ്മൾ പഠിച്ചു വന്നത്. അപ്പോൾ സ്ലോപ്പ് ടാൻജന്റിന്റെ സ്ലോപ്പാണ് നമ്മൾ എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന ഫംഗ്ഷന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടിട്ട് അവിടെ ആ പോയിന്റ് ഇപ്പം 1 1 എന്ന് പറഞ്ഞ പോയിന്റിലാണെങ്കിൽ എക്സിന് 1 വൈക്ക് 1 എന്ന് പറഞ്ഞാൽ ആ പോയിന്റിന്റെ വാല്യൂ കൊടുക്കുമ്പോൾ ആ സ്ലോപ്പ് കിട്ടും. ഇനി സ്ലോപ്പ് ഓഫ് ദി നോർമലായി കിട്ടുന്നെങ്കിൽ എന്ത് ചെയ്യണം? -1 സ്ലോപ്പ് ഓഫ് ടാൻജന്റ്. ഈ ആശയമാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് വെച്ചുള്ള പ്രോബ്ലംസ് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റിന് പ്രോബ്ലംസ്. അപ്പോൾ ആദ്യമേ നമ്മൾ ടൈപ്പ് 1 സ്ലോപ്പ് ഓഫ് ടാൻജന്റ്
ആൻറ്റി നോർമൽ. ഇത് കാണുന്ന പ്രോബ്ലം ആണ് നമ്മൾ ആദ്യം ഫസ്റ്റ് ടൈപ്പിലായിട്ട് എടുത്തിരിക്കുന്നത്. ഒരു കർവ് തരും, ഒരു പോയിന്റ് തരും. ആ പോയിന്റ് വെച്ചുകൊണ്ടല്ലേ ആ പോയിന്റിലുള്ള ടാൻജൻറ്റിൻ്റെ സ്ലോപ്പ് അല്ലെ നോർമൽ കണ്ടുപിടിക്കാനാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് ദി ടാൻജൻറ്റ് to the curve y is equal to x cube minus x at x is equal to 2. ഇപ്പോൾ ഇവിടെ സ്ലോപ്പ് കണ്ടുപിടിക്കാനായിട്ട് അപ്പോൾ ഏതെങ്കിലും ഒരു കർവുണ്ട്, ആ കർവിലെ ഒരു പോയിന്റ് 2 ആണ്. വൈ കോർഡിനേറ്റ് നമ്മളോട് പറയുന്നില്ല. അപ്പോൾ ആ പോയിന്റിൽ നമ്മൾ ഒരു ടാൻജൻറ്റ് വരച്ചാൽ ആ ടാൻജൻറ്റിൻ്റെ സ്ലോപ്പ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ y is equal to x cube minus x ആണ് കർവിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പം y is equal to x cube minus x ആണ്. ഇനി ഇതാണ് തന്നിരിക്കുന്ന ഇക്വേഷൻ. അപ്പോൾ ഈ പോയിന്റിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? dy/dx കാണും. അപ്പം 3s² മൈനസ് 1 എന്നത്. ഇനി ഏത് പോയിന്റിലാണ് നമ്മൾ സ്ലോപ്പ് കാണേണ്ടത്? 2, 1 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? dy/dx അറ്റ് ദ പോയിന്റ് 2, 1 എടുക്കണം. അറ്റ് ദ പോയിന്റ് 2 ആണ് ചോദിച്ചത്. അപ്പം ഈ പോയിന്റ് 2 വൈ കോർഡിനേറ്റ് നമുക്ക് പറയുന്നില്ല, എക്സ് കോർഡിനേറ്റ് 2 ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എക്സ് കാണുന്നിടത്ത് 2 അപ്ലൈ ചെയ്താൽ മതി. ദാറ്റ് ഈസ് 3 × 2² മൈനസ് 1. 12 മൈനസ് 1 ദാറ്റ് ഈസ് 11. അപ്പോൾ ഈ എക്സ് കോർഡിനേറ്റ് 2 ആവുന്ന ഈ പോയിന്റിലെ ഈ കർവിൻ്റെ സ്ലോപ്പ് എന്താണ്? സ്ലോപ്പ് ഈസ് ഈക്വൽ ടു 11 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു കർവ് വന്നിട്ട് അതിൻ്റെ സ്ലോപ്പ് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? dy/dx കാണുക. ആ പോയിന്റ് അപ്ലൈ ചെയ്താൽ ഉടനെ നമുക്ക്, അതായത് എക്സ് കാണുന്നത് 2, വൈ ഉണ്ടായിരുന്നെങ്കിൽ വൈയുടെ വാല്യൂ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അങ്ങനെ നമുക്ക് സ്ലോപ്പ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. And the slope of the tangent. To the curve y is equal to x minus 1 by x minus 2. X not equal to 2 at x is equal to 10. അപ്പോൾ ഇവിടെ കർവ് ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. y is equal to x minus 1 by x minus 2. ഈ കർവിൻ്റെ x ഒരിക്കലും 2 ആകുകയെന്നാണ് പറയുന്നത്. കാരണം x 2 ആകുമ്പോൾ ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല. x 10 ആകുമ്പോൾ ഈ ടാൻജൻറ്റിൻ്റെ സ്ലോപ്പാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സ്ലോപ്പ് എന്ന് കേട്ടാൽ നമ്മൾ എന്ത് ചെയ്യണം? dy/dx കാണണം. ഇതൊരു കോഷ്യൻ റൂൾ ആയതുകൊണ്ട് നമ്മൾ അപ്ലൈ ചെയ്യണം. കോഷ്യൻ റൂള് ഇപ്പോൾ x minus 2 ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി ന്യൂമറേറ്റർ minus numerator into derivative of the denominator by denominator square. അപ്പോൾ എന്താണ് ഇവിടെ വരാൻ പോകുന്നത്? നമുക്ക് നോക്കാം. x minus 2 minus x minus of minus, നമുക്കിവിടെ minus 2 into x minus 1 എന്ന് കൊടുക്കാം by minus 2 the whole square ആണ്. സോറി, ഇവിടെ ഡെറിവേറ്റീവ് 1 തന്നെയാണ്. കാരണം x minus 2 into denominator into numerator, derivative of the numerator minus numerator into derivative of the denominator 1 ആണ്. അപ്പോൾ നമുക്കിവിടെ ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ എന്ത് വരും? minus 2 minus x minus of minus plus 1 by minus 2 the whole square. അപ്പോൾ ഈ x ക്യാൻസൽ ചെയ്ത് അപ്പോൾ minus 1 by x minus 2 the whole square. അപ്പോൾ ഇതാണ് ആ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. ഇനി സ്ലോപ്പ്, ഈ കർവിൻ്റെ സ്ലോപ്പ് x 10 ആകുമ്പോഴുള്ള സ്ലോപ്പാണ് ചോദിച്ചിരിക്കുന്നത്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? dy/dx അറ്റ് ദ പോയിന്റ് x is equal to 10. എക്സ് കോർഡിനേറ്റ് 10 ആകുമ്പോൾ എത്രയാണ് ഡെറിവേറ്റീവ് എന്ന് ചോദിച്ചത്?
നമ്മൾ എന്ത് ചെയ്യണം, എക്സ് കാണുന്നിടത്ത് 10 ഇട്ട് കൊടുക്കണം. -1/10 - 2 whole square. That is -1/, ഇത് 10 - 2 8 ആണ്, 64 വരും. അപ്പോൾ ഇതായിരിക്കും ഇതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത്.